ഇനി അങ്ങോട്ട് നമ്മൾ വാഹനങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഓർമ്മയാക്കി അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് കാർ പോലെ സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലോട്ടാണ് നമ്മൾ പോണത്. സൂക്ഷിക്കാൻ പറ്റാതെ വരത്തില്ല, പക്ഷെ എങ്കിലും പുതിയ പൊല്യൂഷൻ നോംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പഴയ വണ്ടികളൊക്കെ ചിലപ്പോൾ ക്രഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇനി അങ്ങോട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് വേറെ നിവർത്തിയില്ലാതെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വണ്ടി കളയത്തുള്ളൂ. കാരണം ഇതെൻ്റെ ലൈഫ് സേവ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അതൊന്ന് റീകോൾ ചെയ്യാനുള്ളൊരു മനസ്സ് വരാത്തതുകൊണ്ട് മാത്രം അതങ്ങ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതിൽ ആദ്യമായിട്ട് ഞാൻ വാഹനം എടുക്കുന്ന ദിവസം തന്നെ ഒരു ചെറിയ തട്ട് വന്നായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് പറ്റിയതാണ്. കോയമ്പത്തൂരിൽ ഈശ ഫൗണ്ടേഷനെ ചുറ്റി നമുക്ക് വെള്ളിയാങ്കരി മല കാണാം. അപ്പോൾ ഈ വെള്ളിയാങ്കരി മലയിൽ ഒരു തീർത്ഥാടനം വർഷത്തിൽ ഒരു മാസം 2 മാസം അടുപ്പിച്ചാണ് അത് ഓപ്പണായി കിട്ടുന്നത്. ആ സമയത്ത് അവിടെ കയറാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൊന്നും അവിടെ കയറാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഡിസംബർ, അതായത് അഗസ്ത്യർകൂടം പോകുന്ന ആ ഒരു ടൈം കഴിഞ്ഞ ഉടനാണ്. അപ്പോൾ ആ ഒരു മൗണ്ടൻ ട്രക്കിങ്ങും ആ ഒരു സ്പിരിച്വൽ ജേണിക്കായിട്ട് പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ യാത്രയുടെ തുടക്കം മുതൽ എനിക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ആയിരുന്നു. ഇവിടുന്ന് ഫാമിലിയെ ഞാൻ എറണാകുളത്താക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊപ്പമാണ് പോയത്. അപ്പോൾ ആളിനും കുറച്ച് ഹറി ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അങ്ങനെ പ്ലാൻ ചെയ്താണ് ആ യാത്ര. പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ന ടൈമിങ്ങിൽ നമുക്ക് ചെല്ലണം, കയറണം, തിരിച്ച് ഇറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു യാത്രയെന്നല്ല, നമ്മൾ മൗണ്ടൻ ട്രക്കിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല. ഇപ്പോൾ അഗസ്ത്യർകൂടം ആയിരുന്നാൽ തന്നെ അഗസ്ത്യർകൂടം പോയിട്ട് ഇറങ്ങി തിരിച്ചിറങ്ങുന്ന അന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ജേണിക്ക് എത്രത്തോളം ഒരു ഭയങ്കര ഹെക്റ്റിക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഗസ്ത്യർകൂടം പോകുമ്പോഴൊക്കെ 2 ദിവസം അവിടെ തങ്ങാറുണ്ട്. ഫസ്റ്റ് ഡേ ചെന്നിട്ട് ഹാൾട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് അവിടുത്തെ ബേസ് ക്യാമ്പിൽ ഒരു ദിവസം കൂടെ തങ്ങിയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. അപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ബേസ് ക്യാമ്പൊന്നും ഇല്ല, നേരെ മല കയറുക തിരിച്ചിറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഈ മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 7 ഹിൽസ് ആണ് ശരിക്കും. അതായത് പല തട്ടുകളായിട്ടാണ്. നമ്മൾ ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, ആധാരശിലകൾ പോലുള്ള മലകളാണ്. അപ്പോൾ അത് അത്രയും കടന്ന് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് വൈസ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഹെൽത്ത് നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശബരിമലയിലൊക്കെ വ്രതം എടുക്കുന്നത് പോലെ നമ്മളൊരു വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്ത് ആ റൂട്ടീൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മലകയറ്റം കയറുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി കുറച്ചൊക്കെ അതിന് വേണ്ടിയിട്ട് ഫിറ്റ് ആവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പോൾ ഞാനിതൊക്കെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നൈറ്റ് ഡ്രൈവിലാണ് മോർ കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ നൈറ്റ് ഡ്രൈവാണ് ചെയ്തത്. നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് എറണാകുളം എത്തുന്നത് ഒരു നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. അത് വന്ന് മോർണിംഗിൽ എത്തുന്നു, ഈവനിങ്ങിൽ ഇവിടെ നിന്ന് തിരിക്കുന്നു, നേരെ ആ ഒരു നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്തിട്ട് വെള്ളിയാങ്കരിയിൽ ചെന്നു. ഈശ ഫൗണ്ടേഷനിൽ വെച്ചൊരു ഓണം കയറാനുള്ളൊരു അവസരമൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഞാനന്ന് കയറിയില്ല. വേറെന്തോ സാഹചര്യം കൊണ്ട് അന്ന് അവിടുത്തെ ടീമുമായിട്ട് എനിക്ക് കയറാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്കന്ന് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. പിന്നെ പലരും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ ഒരു കഠിനമായിട്ട് തോന്നിയില്ല. പക്ഷേ എനിവേ നമ്മൾ രാത്രിയോടുകൂടി അവിടെ ചെന്നപ്പോൾ തന്നെ പലരും ഞങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചെയ്ത് രാത്രി കയറുന്നതാണ് മോർ കംഫർട്ടബിൾ. പകലായി കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്തിന് മൈഗ്രെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പകൽ കയറാൻ, നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വെയിൽ കൊള്ളാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ കയറാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അതിൻ്റെ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്നത്തെ ദിവസം രാത്രി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുക. മലയും കയറുക. ഈ ഉറക്കം അളച്ച് ഡ്രൈവ് ചെയ്തതിന് ശേഷം രാത്രി മലയും കയറുക. മല കയറി പാതി വഴിയിൽ വെച്ച് തന്നെ കുറച്ച് ഡിസ്കംഫർട്ടൊക്കെ തോന്നി. അവിടെ കുറച്ചൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും തിരിച്ച് കയറി. ഏകദേശം ഒരു 75% മല കയറി. എന്നിട്ട് അവിടെ വെച്ച് നമുക്കത് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. പാക്കപ്പ് ചെയ്തത് എന്നെ കൊണ്ട് കയറാൻ കഴിയുമായിരുന്നു. പക്ഷെ എൻ്റെ സുഹൃത്തിന് നല്ല പീക്ക് വെയിലായപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അവിടെ ആ ഒരു ജേണിയുടെ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് എല്ലാം പ്രോബ്ലംസ് തന്നെയായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ആ ഒരു നിരാശ മാറ്റാനായിട്ട് അവിടെ ഒരു കോവൈക്കുറ്റാലം എന്ന് പറഞ്ഞ ഫോൾസ് ഉണ്ട്. അവിടെ പോയി ഒന്ന് കുളിച്ച് പിന്നെ രാത്രി വന്ന് ഈശ ഫൗണ്ടേഷനിൽ നിന്ന് ഫുഡും ഒക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ആസ് പെർ ഷെഡ്യൂൾ എൻ്റെ ഫ്രണ്ടിന് തിരിച്ച് അടുത്ത ദിവസം ഞങ്ങൾ വീട്ടിലെത്തുന്നതിൻ്റെ അടുത്ത ദിവസം ആളിന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങനെ പ്രോപ്പർലി പ്ലാൻ ചെയ്തതിൽ പറ്റിയൊരു പ്രോബ്ലമാണ് അത് ശരിക്കും. അപ്പോൾ ആളിനെ എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തിച്ചു കൊടുക്കാമെന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അന്ന് തന്നെ തിരിച്ച് വണ്ടിയെടുത്ത് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ നല്ല അടിയുടെ കുറവെന്നേ ഞാൻ പറയത്തുള്ളൂ. കുറച്ച് ദൂരം ആള് ഡ്രൈവ് ചെയ്തു, എൻ്റെ ഫ്രണ്ട് തന്നെ ഡ്രൈവ് ചെയ്തു. കുതിരാൻ ടണലൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എറണാകുളം എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അതുവരെയൊക്കെ ചെറിയ ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്. 3 ദിവസം ഉറങ്ങിയിട്ടില്ല. ആ ഉറക്കം ഇല്ലാതെ
വീണ്ടും നൈറ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് ഒരു ക്ഷീണമൊക്കെ തോന്നി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് എന്നിട്ട് വീണ്ടും അപ്പോൾ ആളാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനായി. അപ്പോൾ നിങ്ങൾ ഇനി തൃശ്ശൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിധമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് തൃശ്ശൂർ കുതിരാൻ ടണലൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ കടന്നു വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായ റോഡാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തുന്നതിന് കുറച്ച് മുന്നേ വലിയ റോഡുകൾ വന്നിട്ട് പെട്ടെന്ന് കൺവേർജ് ആയി അത് നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്താറാകുമ്പോഴത്തേക്ക് വളരെ നാരോ ആവാൻ തുടങ്ങും. വളരെ നാരോ എന്ന് പറഞ്ഞാൽ 2 ലൈനുണ്ട്, പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി ഭയങ്കര നാരോ റോഡാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് അതുവരെയൊക്കെ ഞാൻ ഇന്ന് ചെറിയ മയക്കത്തിലൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. കാരണം കൃത്യമായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ചെറിയ മയക്കവും വെട്ടിയൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വന്ന് ഈ പെട്ടെന്ന് റോഡ് അങ്ങനെ കൺവേർജ് ആവുന്ന ഏരിയ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് എവിടെ വെച്ചോ ഒന്ന് മയങ്ങിയപ്പോഴത്തേക്കാണ് സംഭവിക്കുന്നത്. അതായത് റോഡ് അങ്ങനെ വിശാലമായിട്ട് വന്ന ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നിരിക്കുക. പക്ഷെ സ്പീഡ് അധികം ഭയങ്കര സ്പീഡൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് പാട്ട് വിട്ടിരുന്നില്ല. നോർമലി ഞാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തേക്കും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഉറക്കം വരത്തില്ല. പക്ഷെ ഇത് ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ പാട്ടും അതിലൊന്നും എനിക്ക് ശ്രദ്ധ വരുന്നില്ല. അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക മൈൻഡ് ബേസ്റ്റ് ആയി. 2-3 ദിവസം ഉറങ്ങാതെയൊക്കെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് കൺവേർജ് ആയപ്പോഴത്തേക്ക് നേരെ ഡയറക്റ്റ് വന്നിട്ട് റൈറ്റ് സൈഡ് ഡിവൈഡറിൽ അടിച്ച് വണ്ടി അങ്ങനെ ഡിവൈഡറിൽ കയറി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഉണരുന്നത്. ആ ഒരു ചെറിയൊരു മിന്നൽ പോലെ ഒന്ന് കണ്ണടഞ്ഞ് അപ്പോഴത്തേക്ക് ഇതെല്ലാം സംഭവിച്ച്. പക്ഷെ ആ അടിക്കുന്ന സൗണ്ടും ഇതൊന്നും നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തില്ല. പിന്നെ എയർ ബാഗ് ഒന്നും ഓപ്പൺ ആയില്ല, കാരണം ഫ്രണ്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിരുന്നില്ല. എന്നാൽ ഫ്രണ്ടിലത്തെ ബോണറ്റ് ഒരു ഇതുപോലെ സ്ട്രീറ്റ് പോസ്റ്റ് തള്ളി മറിച്ചിട്ട് അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് ഇതിൻ്റെ ബോഡിയിൽ അത് ഡയറക്റ്റ് അടിക്കുന്നത് ബോണറ്റിലാണ്. അപ്പോൾ അതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ഞണങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ബാക്കി സൈഡൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വിഷ്വൽസ് കാണിക്കാം. സൈഡ് കംപ്ലീറ്റ് അടിച്ചത് അതിൻ്റെ ഡിസ്ക് ഫ്രണ്ട് വീലിൻ്റെ ഡിസ്ക്കാണ് ഡയറക്റ്റ് ഇതിൽ കയറി ഹിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കൊക്കെ പൊട്ടി 2 കഷ്ണമായിട്ട് ഇങ്ങനെ അകത്ത് കിടക്കുമായിരുന്നു. ഇപ്പോഴും ഞാനത് ഓർക്കുന്നത് അടുത്ത നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ പോലീസുകാരെ ഉടൻ തന്നെ അറിയിച്ചിട്ടാണോ അതോരോ സർവൈലൻസ് അതുവഴി ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. അവരുടൻ തന്നെ വന്ന് അപ്പോൾ അതിൽ ഒഫീഷ്യൽ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞത് രക്ഷപ്പെട്ടതേ വലിയ ഭാഗ്യം. അവർ ആദ്യം എൻ്റെ കാലും കൈയുമൊക്കെ പിടിച്ചു നോക്കുന്നത്. ഈ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞപ്പോഴും ഞാൻ കംപ്ലീറ്റ് എല്ലാം നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, ആളിന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ അന്നാണ് ഞാൻ ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള ഇതിൻ്റെ ഒരു സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത്. അതുവരെ എനിക്ക് 4 സ്റ്റാർ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഗ്ലോബൽ എൻക്യാപ്പ് ഫേക്ക് ആണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എനിവേ അത് എന്തായിരുന്നാലും എൻ്റെ എക്സ്പീരിയൻസിൽ കമ്പാരിറ്റീവ്ലി സ്ട്രോങ് കാർ തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള കാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാർ തന്നെയാണ്. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് മോർ വർത്ത് ടു. അപ്പോൾ അവർ വന്ന് പറഞ്ഞത് നോർമലി ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ വണ്ടി ചിലപ്പോൾ അപ്പുറത്ത് ചാടിപ്പോവും. അപ്പോൾ അപ്പുറത്ത് ചാടി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വല്ല ഫാസ്റ്റോ അല്ലെങ്കിൽ വല്ല എക്സ്പ്രസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടിക്കും. ആകെ മിക്കവാറും അവിടെ നടക്കുന്ന ആക്സിഡൻസിലൊന്നും ആരും രക്ഷപ്പെടാറില്ല. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഈ വണ്ടിയെടുത്ത് ഒരു ലൈഫ് സേവിങ് കേജ് ആയിട്ട് ഫീൽ ചെയ്ത്. ഒരു പ്രോബ്ലംസും ഇല്ല. വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു, ഏതാണ്ട് ഒരു 1 lakh സംതിങ് ആണ്ട് ഇൻഷുറൻസ് കിട്ടി. അത് കംപ്ലീറ്റ് ക്ലെയിം ചെയ്തെടുത്ത്. പോസ്റ്റിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിൽ ഡിസ്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ അടിയിലത്തെ ഒരു സേഫ്റ്റി കേജ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അതൊക്കെ അഡീഷണൽ ഫിറ്റിങ്സ് ആണ്. ഇതെല്ലാം നമുക്ക് അഡീഷണൽ പേ ചെയ്യേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസ് ക്ലെയിമിൽ കിട്ടി. ചോള എന്ന് കണ്ടു പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് കമ്പനിയായിരുന്നു. 24 hours സപ്പോർട്ടാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ തന്നെ വന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി. ആദ്യം നമുക്ക് വണ്ടി പോലീസ് സ്റ്റേഷനിൽ എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് റെനോയുടെ സൈഡിൽ നിന്ന് വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഡ്രൈവ് ഞാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ ജേണിയും ഫുൾഫിൽ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്നും ചിലപ്പോൾ ഒഴിവാകാമായിരുന്നു. അപ്പോൾ അതെൻ്റെ സുഹൃത്തിൻ്റെ കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു വരല്ല. ബട്ട് നമ്മളങ്ങനെ ഒരു പ്രോപ്പർലി ഒരു ടൈം ഷെഡ്യൂൾ പ്ലാൻ ചെയ്യേണ്ടി വന്നു. തിരിച്ചെത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്ന ആളിനങ്ങനെ എത്തണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഡ്രൈവ് ചെയ്തത്. ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ്. എനിവേ ഇറ്റ് ഹാപ്പൻഡ്. അന്നത്തെ ആക്സിഡൻറ്റിൽ എനിക്ക് ശരിക്കും ഇതിന്ന് കിട്ടിയൊരു എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ്, ഇത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഡിവൈഡർ ആയിരുന്നു. ആ ഡിവൈഡറിൽ ഇങ്ങനെ കയറിയിട്ട് ഫ്രണ്ട് വീൽസ് മാത്രമേ അടിച്ചങ്ങ് ചാടി നിൽക്കുമായിരുന്നു. ബാക്കി ബാക്ക് വീൽസ് ഇതിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ ബ്രേക്കായി വണ്ടി നിന്നു. അപ്പോൾ അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഭയങ്കര ഒരു ആക്സിഡൻറ്റിൽ നിന്ന്
വണ്ടിക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഞാൻ ഏർലി മോർണിംഗ് ഡ്രൈവ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ 3 o'clock ഒരു മാക്സിമം 4 hours ഡ്രൈവേ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഡെസ്റ്റിനേഷൻ എത്തണം എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കും. പക്ഷേ അതോടെ നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സ്, അതായത് ഇതൊരു ഒക്യുപ്പേഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ചിലപ്പോൾ അത് സാധിച്ചേക്കും. പക്ഷെ അല്ലാതെ ഉള്ളവർക്ക് അത്രത്തോളം കംഫർട്ടബിൾ അല്ല. ഞാൻ പൊതുവേ ഈ റോഡിലുള്ള ജങ്ക്, അതായത് നമ്മൾ പകൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോലും നല്ല റോഡ് ട്രാഫിക് ഉണ്ട്, അത് ഒഴിവാക്കാനാണ് രാത്രി ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ അതിൽ പോലും ഏർലി മോർണിംഗിൽ, അതായത് ഒരു 3 o'clock സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വലിയ ക്രൗഡഡ് ആയിരിക്കത്തില്ല. പക്ഷേ എങ്കിൽ ഈ ഗുഡ്സ് കാരിയർ ആയിട്ടുള്ള വാഹനങ്ങളൊന്നും ശ്രദ്ധിച്ചോളണം. കാരണം അവരും ഇതുപോലെ നല്ല മയങ്ങി അവർ ഫുള്ള് ഡ്രൈവ് ചെയ്ത് വരുന്നവരായിരിക്കും. ഇന്നലെ ഞാൻ മോർണിംഗിൽ വരുന്ന സമയത്ത് ഒരു ലോറി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് അടിക്കും. അപ്പോൾ അറിയാം ചെറുതായിട്ട് മയങ്ങിപ്പോണതാണ് വണ്ടി. അവരുടെ കൺട്രോൾ വിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നേരത്തെ വിട്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ട് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഡ്രൈവ് വലിയ കുഴപ്പമില്ല. പക്ഷേ ലേറ്റ് നൈറ്റ് ഇരുന്ന് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയും ഇതിൻ്റെ ഒരു കംഫർട്ടും, ഡ്രൈവിംഗ് കംഫർട്ടും, എത്ര നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്താലും ആ ഒരു കാര്യത്തിൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. അതെനിക്ക് തോന്നുന്നു ഫോർ ദ ബഡ്ജറ്റ് അതൊരു സ്പെഷ്യൽ കേസാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. അത് റെനോയുടെയൊക്കെ ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങിൻ്റെ ഒരു മികവാണത്. അപ്പോൾ ഇതിനിടയിൽ ഈ എയർകോണിന് വന്നൊരു ഇഷ്യൂ മാത്രമാണ് എനിക്കൊരു മേജർ ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ബാക്കി ഇതിൻ്റെ ഈ വാഹനത്തിന് ഞാൻ എടുത്തതിന് ശേഷം എന്തൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, കാരണം ഇത് ഫസ്റ്റ് സീരീസിൽ വന്ന വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫിക്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ വിളിച്ച് ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ബാറ്ററി ഏതാണ്ട് ഒരു 2.5 years കഴിഞ്ഞ് മാറേണ്ടി വന്നു. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം വാഹനം അധികം ഓടിച്ചിട്ടില്ല. അപ്പോൾ അത് നോർമലി വാഹനം ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇഷ്യൂസൊക്കെ വരാവുന്നതാണ്. ബാക്കി ഇതുവരെ ഉള്ള 32,000 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസിൽ ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തതിൽ ദ ബെസ്റ്റ് കാർ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഹന വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.